അനുസരണത്തിന്റെ ശക്തി എന്ന ശീർഷകത്തിലുള്ള പ്രബോധനത്തോടൊപ്പം ദൈവഹിതം എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. പിതാവും മാതാവും നമ്മെ ഉണർത്തിയ അനുസരണത്തിന്റെ ശക്തിയെക്കുറിച്ച് ബൈബിളിൽ ധാരാളം ഉപദേശങ്ങളുണ്ട്. തന്നെ പൂർണ്ണമായും അനുസരിക്കുന്നവർക്ക് തന്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് ദൈവം പറഞ്ഞു. കൂടാതെ തന്നെ അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ തികഞ്ഞ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവവചനത്തോടുള്ള അനുസരണം സാധ്യമാകുകയുള്ളൂ. ഓരോരുത്തർക്കും അവരുടേതായ ചിന്തകളും അവരുടേതായ ശാഠ്യവും അവരുടേതായ മുൻഗണനയുള്ള ദിശകളുമുണ്ട്. എന്നിരുന്നാലും ഭാവി മുൻകൂട്ടി കണ്ടതിനു ശേഷം ദൈവം എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നുവെന്ന് നാം നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവയ്ക്കുകയും ദൈവഹിതത്തിനനുസൃതമായ ഒരു ജീവിതം നാം എന്തിന് നയിക്കണം എന്ന് സ്വയം ചോദിക്കുകയും വേണം. ഇന്ന് ബൈബിളിലൂടെ നമുക്ക് ഉത്തരം കണ്ടെത്താം. നമുക്ക് യെശയ്യാവ് 55-ാം അധ്യായം 6-ാം വാക്യം നോക്കാം. യെശയ്യാവ് 55-ാം അധ്യായം 6-ാം വാക്യം. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ അവർ എന്താണ് ഉപേക്ഷിക്കേണ്ടത്? തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ചു യഹോവയിങ്കിലേക്കു തിരിയട്ടെ. എല്ലാ മനുഷ്യർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. എന്നിരുന്നാലും നാം നമ്മുടെ ചിന്തകളെ ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തോടുള്ള അനുസരണം നമുക്ക് കൈവരിക്കാൻ കഴിയും. ഇത് അവയെ വെറുതെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല. നാം വിശ്വാസത്തോടെ അങ്ങനെ ചെയ്യണം. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ശൂന്യമാക്കാൻ കഴിയും, ശരിയല്ലേ? നമുക്ക് 7-ാം വാക്യം നോക്കാം. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ചു യഹോവയിങ്കിലേക്കു തിരിയട്ടെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിലേക്ക് മടങ്ങുക. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്കു തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്നു യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവം നിയമിച്ച രക്ഷ എന്ന് വിളിക്കപ്പെടുന്ന സ്വർഗത്തിലേക്കുള്ള വഴി മനുഷ്യർ ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈജിപ്തിൽ നിന്ന് ദൈവം ഇസ്രായേല്യരെ നയിച്ച കനാനിലേക്കുള്ള പാത ഇസ്രായേല്യർ സ്വീകരിക്കാൻ ആഗ്രഹിച്ച പാതയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. എന്നിരുന്നാലും ഈ പാതയിൽ ജനങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത നിരവധി ഘടകങ്ങൾ ദൈവം സ്ഥാപിച്ചു. അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് ദൈവം പറയുന്നതിനാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ബൈബിളിലൂടെ തന്റെ എല്ലാ ഉപദേശങ്ങളെയും അനുസരിക്കാൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു. നമുക്ക് 9-ാം വാക്യവുമായി തുടർന്നു പോകാം. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നതു പോലെ എന്റെ വഴികൾ അവ എങ്ങനെയുള്ളവയാണ്? നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്തുനിന്നു പെയ്യുകയും അവിടേക്കു മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നതു പോലെ എന്റെ വായിൽ നിന്നു പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. അതു വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങിവരാതെ എനിക്ക് ഇഷ്ടമുള്ളതു നിവർത്തിക്കുകയും എന്ത് സംഭവിക്കും? അത് തീർച്ചയായും പൂർത്തീകരിക്കപ്പെടും. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വാക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് നിറവേറ്റും. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ബൈബിൾ പറയുന്നത്. എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ എന്ന് ദൈവം പറയുന്നതിനാൽ ആരുടെ വിചാരങ്ങളെ നാം പിൻപറ്റണം? ആമേൻ എന്ന് പറയുന്ന ഒരു ഹൃദയത്തോടെ നാം ആരുടെ തീരുമാനങ്ങളെയാണ് അനുസരിക്കേണ്ടത്? ദൈവത്തിന്റെ വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളും തമ്മിൽ വ്യത്യസ്തമാകുന്ന അനേകം സമയങ്ങളുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ ദൈവം ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്?
അവിടുത്തെ ഉദ്ദേശ്യം എന്താണ്? ഏറ്റവും വലിയ മൂല്യമുള്ളതായി ദൈവം എന്തിനെയാണ് പരിഗണിക്കുന്നത് എന്ന് നാം സ്വയം ചോദിക്കണം. നമുക്ക് എപ്പോഴും ഇത് മനസ്സിൽ വച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ദൈവത്തെ അനുഗമിക്കാം. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരോട് സ്വന്തമായി പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ അവർ മരുഭൂമിയുടെ പാത തിരഞ്ഞെടുക്കുമായിരുന്നില്ല. ധാരാളം വെള്ളവും ഭക്ഷണവും ധാരാളം ആളുകളും ഉള്ള ഒരു മരുപ്പച്ചയിലൂടെയായിരിക്കാം അവർ കനാൻ ദേശത്ത് പോകാൻ തിരഞ്ഞെടുക്കുന്നത്. എന്നിരുന്നാലും ദൈവത്തിന്റെ പദ്ധതി അവരുടെ പദ്ധതികളെക്കാൾ വളരെ മികച്ചതായിരുന്നു. ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യ ചിന്തകളെക്കാൾ വളരെ ഉയർന്ന ഒരു തലത്തിലാണ്. എന്തുകൊണ്ടാണത്? യെശയ്യാവ് 46 അധ്യായം നോക്കിയാൽ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. നമുക്ക് യെശയ്യാവ് 46 അധ്യായം 10 വാക്യം നോക്കാം. യെശയ്യാവ് 46 അധ്യായം 10 വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു: ആരംഭത്തിങ്കൽ തന്നെ അവസാനവും. ദൈവം അത് എപ്പോഴാണ് വെളിപ്പെടുത്തുന്നത്? പൂർവകാലത്തു തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എന്റെ താൽപ്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്നു ഞാൻ പറയുന്നു. ഞാൻ കിഴക്കുനിന്ന് ഒരു റാഞ്ചൻ പക്ഷിയെ, ദൂരദേശത്തുനിന്ന് എന്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു. അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? ഞാൻ നിവർത്തിക്കും. ഞാൻ നിരൂപിച്ചിരിക്കുന്നു. ഞാൻ അനുഷ്ഠിക്കും. ദൈവം ആരംഭത്തിങ്കൽ തന്നെ അവസാനവും കാണുന്നതിനാൽ നാം അവിടുത്തെ മാർഗനിർദ്ദേശം സ്വീകരിക്കണം. നാം കടന്നുപോകുന്ന പ്രക്രിയയിൽ വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും കുറവ് കാരണം യാതൊരു പ്രത്യാശയുമില്ലെന്ന് തോന്നിയേക്കാം. എന്നാൽ അനന്തരഫലങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദൈവം തന്റെ മക്കളെ നയിക്കുന്നു. ഈ പ്രക്രിയയിൽ നാം പിറുപിറുക്കുകയോ പരാതിപ്പെടുകയോ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയോ ചെയ്യാത്ത കാലത്തോളം യോശുവയും കാലേബും കനാൻ ദേശത്ത് പ്രവേശിച്ചതുപോലെ നാം നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. നമുക്ക് തീർച്ചയായും അവിടെ പ്രവേശിക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും മനുഷ്യചിന്തകൾ ഇടപെടുമ്പോൾ അത് ഒരു പ്രശ്നമായി മാറുന്നു. 1,35,000 ശത്രു സൈനികർക്കെതിരെ പോരാടാൻ ഗിദെയോന്റെ യോദ്ധാക്കൾ എണ്ണത്തിൽ കുറവായിരുന്നു. 32,000 സൈനികരിൽ 22,000 പേരെ ദൈവം മടക്കി അയച്ചു. അങ്ങനെ 10,000 പേർ മാത്രം ബാക്കി ഉണ്ടായിരുന്നു. ഈ രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നാം ദൈവത്തെ അനുഗമിച്ചാൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ദൈവമേ, ഇത് തികച്ചും അസാധ്യമാണ്. 32,000 സൈനികർ പോലും നമുക്ക് തികയുകയില്ല. അതിനാൽ ഞങ്ങൾക്ക് കൂടുതൽ സൈനികരെ തരുമോ എന്ന് ഗിദെയോൻ പറഞ്ഞിരുന്നെങ്കിലോ? സ്വാഭാവികമായും എല്ലാവരും അങ്ങനെ തന്നെ ചോദിക്കുമായിരുന്നു. എന്നിരുന്നാലും 22,000 പേരെ മടക്കി അയക്കുക. ഭയമുള്ളവരെ എനിക്ക് ആവശ്യമില്ല. ഞാൻ ഈ സൈന്യത്തെ നയിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നിൽ വിശ്വസിക്കാത്തവരെയും ഭയത്തോടെ വിറയ്ക്കുന്നവരെയും തിരിച്ചേക്കുക എന്ന് ദൈവം പറഞ്ഞു. 22,000 പേരെ തിരിച്ചയച്ചു. ധീരവിശ്വാസമുള്ളതായി തോന്നുന്ന ഏകദേശം 10,000 പേർ അവശേഷിച്ചു. 10,000 ആളുകളെ കൊണ്ടുപോലും അവിടുത്തേക്ക് വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാമായിരുന്നു. പക്ഷേ ഇത് വളരെ കൂടുതലാണ്. ഇനിയും കുറയ്ക്കുക എന്ന് ദൈവം പറഞ്ഞു. ഗിദെയോൻ ആശയക്കുഴപ്പത്തിലായിരുന്നിരിക്കണം. മനുഷ്യരുടെ ന്യായവാദത്തെ ആശ്രയിച്ച് ഗിദെയോന് ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ നായകനെന്ന നിലയിൽ ആ യുദ്ധത്തിൽ നേതൃത്വം വഹിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. ദൈവം അവരെ നയിക്കുകയും അവർക്ക് വിജയം നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചതിനാലാണ് അവിടുന്ന് ആ യുദ്ധത്തിൽ പോരാടാൻ കഴിഞ്ഞത്. അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോക, അവർ തൃപ്തരായി കുടിക്കട്ടെ. 10,000 പേർ വെള്ളം കുടിച്ചു. ഈ യുദ്ധത്തിൽ എനിക്ക് 300 പേരെ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു.
300명만 이 전쟁에서 필요하단 말이에요. വെറും 300 സൈനികരുമായി 1,35,500 ശത്രു സൈനികരെ പരാജയപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആധുനിക യുദ്ധങ്ങൾ പോലെ വിനാശകരമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അത്. എന്നാൽ പഴയ കാലത്തിൽ ശക്തിയും തമ്മിലുള്ള യുദ്ധം വളരെ കൂടുതലായിരുന്നു. ഗിദെയോന്റെ അനുസരണത്തിന്റെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കുക. 9,700 പേരെ മടക്കി അയക്കുകയും 300 പേരെ മാത്രം നിർത്തുകയും ചെയ്തു. ആത്യന്തികമായി അത് മിദ്യാന്യരിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചതിന്റെ ശ്രദ്ധേയമായ ഫലത്തിലേക്ക് നയിച്ചില്ലേ? എല്ലാവരോടുമായി അനുസരണത്തിന്റെ ശക്തി എല്ലായ്പ്പോഴും ഒരു നല്ല ഫലത്തിലേക്ക് നയിക്കുന്നു. കാരണം ദൈവം ഫലം കാണുകയും അതിനനുസരിച്ച് എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മുടെ ഭാവിയെ കാണുന്നു, അതേസമയം നാം വർത്തമാനകാലം മാത്രമേ നോക്കുന്നുള്ളൂ. നാം വർത്തമാനകാലത്തെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠാകുലരും ദീർഘവീക്ഷണത്തിന്റെ അഭാവമുള്ളവരുമായി തീരുന്നു. അതിനാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവം നമ്മെ നയിക്കുന്നിടത്തെല്ലാം നാം അനുഗമിക്കണം. ദൈവം നയിക്കുന്നിടത്തെല്ലാം പിന്തുടരുന്ന മക്കൾ അവസാന നാളുകളിൽ രക്ഷിക്കപ്പെടുമെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, നിങ്ങൾ തേജസ്സിൽ പങ്കാളികളാകും. ബൈബിൾ ഈ സത്യത്തിലേക്ക് നമ്മെ ഉണർത്തുന്നു. അനുസരിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നുവെന്നും തന്നെ അനുസരിക്കുന്നവരെ തന്റെ ആഴത്തിലുള്ള രഹസ്യങ്ങൾ പോലും മനസ്സിലാക്കാൻ അവിടുന്ന് പ്രാപ്തരാക്കുന്നുവെന്നും ബൈബിൾ പറയുന്നു. ദൈവം ആരംഭത്തിങ്കൽ തന്നെ അവസാനവും കാണുകയും പൂർത്തീകരിക്കപ്പെടാനിരിക്കുന്ന സകല കാര്യങ്ങളും നമ്മെ അറിയിക്കുകയും ചെയ്യുന്നതിനാൽ നാം ദൈവത്തിന്റെ തീരുമാനങ്ങളിൽ തീർത്തും വിശ്വസിക്കണം, ശരിയല്ലേ? അതിനാൽ ദൈവം എപ്പോഴും അനുസരണയോടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നാം നമ്മുടെ സ്വന്തം ചിന്തകൾ മുന്നോട്ട് വച്ചാൽ അത് സുവിശേഷത്തിലെ പൂർത്തീകരണത്തിലേക്ക് നയിക്കില്ല. എന്താണ് ദൈവഹിതം എന്ന് നാം ചോദിക്കണം. ദൈവം എന്ത് ചിന്തിക്കുന്നു? ദൈവം 32,000-ൽ അധികം സൈനികരെ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ എണ്ണം കുറയ്ക്കണോ? വിജയവും പരാജയവും ദൈവഹിതത്തെ ആശ്രയിച്ചിരിക്കുന്നു. നാം അത് വിശ്വസിക്കണം. ഇപ്പോൾ പല വഴികളിലും നമുക്ക് കുറവുണ്ടെന്ന് തോന്നിയേക്കാമെങ്കിലും സാധ്യമായ ഏത് മാർഗത്തിലൂടെയും സകല മനുഷ്യർക്കും സുവിശേഷം കേൾക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ദൈവം സജീവമായി പ്രവർത്തിക്കുന്നു. ഫലത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ വിശ്വാസത്തിൽ ഉത്സാഹത്തോടെ മുന്നേറുക. ഇത് ദൈവത്തിന്റെ ഒരു അഭ്യർത്ഥനയല്ലേ? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ വിവാഹ വിരുന്നിൽ കാണിച്ചിരിക്കുന്ന ഉദാഹരണത്തിലൂടെ അനുസരണത്തിന്റെ ജോലി എങ്ങനെയാണ് തുറക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. നമുക്ക് യോഹന്നാൻ 2-ാം അധ്യായം നോക്കാം. 2-ാം അധ്യായം 1-ാം വാക്യം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്കു വീഞ്ഞ് ഇല്ല എന്നു പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നു പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്നു പറഞ്ഞു. യേശു നിങ്ങളോട് പറയുന്നതെന്തും അവിടുന്ന് പറയുന്നത് പോലെ ചെയ്യുക എന്ന് അവൾ ദാസന്മാരോട് പറഞ്ഞു. വാക്യം 6. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു.
അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്കു കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്നു വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായിത്തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിനോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വച്ചു ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇവിടെ യേശുവിന്റെ അമ്മയായ മറിയ ദാസന്മാർക്ക് നിർദ്ദേശം നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അവിടുത്തെ വചനത്തോടുള്ള അനുസരണത്തിന്റെ ഫലമായി വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയിൽ അവർ സാക്ഷ്യം വഹിച്ചു. നിരവധി വശങ്ങളുണ്ട്. അനുസരണത്തിന്റെ ശക്തി പത്രോസിന്റെ ചരിത്രത്തിലും ശിഷ്യന്മാരുടെ ശുശ്രൂഷയിലും കാണാൻ കഴിയും. പത്രോസിന്റെ കാര്യം വ്യാപകമായി അറിയപ്പെടുന്നു, ശരിയല്ലേ? നമുക്ക് ലൂക്കോസ് 5-ാം അധ്യായം നോക്കാം. അനുസരണം വലിയ ശക്തിയെ ഉളവാക്കുന്നു. ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനം മനുഷ്യന്റെ ഗണിത വീക്ഷണകോണിൽ നിന്ന് കുറയുന്നതായി തോന്നിയേക്കാം. എന്നിരുന്നാലും ഈ സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കപ്പെടും എന്നാണ് ദൈവം പ്രഖ്യാപിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും നിറവേറും. നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. ലൂക്കോസ് 5-ാം അധ്യായം 1-ാം വാക്യം എടുക്കുന്നതിലൂടെ പത്രോസിന്റെ അനുസരണത്തിന്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. 5-ാം അധ്യായം 1-ാം വാക്യം. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം. അത് ശിമോൻ പത്രോസ് അല്ലേ? നീക്കേണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീരാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്നു സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു പടകു 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അതു കണ്ടിട്ടു യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടുപോകേണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബെദിമക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നുമുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ടു സകലവും വിട്ട് അവനെ അനുഗമിച്ചു. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതുപോലെ പത്രോസ് ഒരു രാത്രി മുഴുവൻ ചെലവഴിച്ചിട്ടും ഒരു മീനിനെ പോലും പിടിക്കാനായില്ല. പുറത്തുപോയി വല ഇറക്കാൻ അവനോട് കൽപ്പിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് 2 പടകുകൾ നിറയെ ധാരാളം മത്സ്യങ്ങൾ ലഭിച്ചു. അത്തരമൊരു അത്ഭുതകരമായ സംഭവം സംഭവിച്ചു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അവിടുത്തെ അനുസരിക്കുമ്പോൾ ആത്മീയ ശക്തി സംഭവിക്കുമെന്ന് പത്രോസിന്റെ അനുഭവത്തിലൂടെയും കാനായിലെ വിവാഹത്തിലെ അത്ഭുതത്തിലൂടെയും ദൈവം ക്രമേണ വെളിപ്പെടുത്തി. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നുവെന്ന് നമുക്ക് ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള അനുസരണത്തിന്റെ ശക്തി സന്തോഷത്തോടും സന്നദ്ധതയോടും കൂടെ ദൈവത്തെ അനുസരിക്കാൻ നമ്മെ അനുവദിക്കുന്നു, ശരിയല്ലേ? നാം ജോലി വിരോധത്തോടെ ചെയ്താൽ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കാൻ പ്രയാസമാണ്.
സന്തോഷമുള്ള ഹൃദയത്തോടെ പിതാവും മാതാവും അവസാനം കാണുകയും നമ്മുടെ ഭാവിക്ക് ഏറ്റവും മികച്ചത് കൽപ്പിക്കുകയും ചെയ്തുവെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ നമുക്ക് മനോഹരവും കൃപാപരവുമായ ഫലങ്ങൾ ലഭിക്കും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 28-ാം വാക്യം നോക്കാം. 5-ാം അധ്യായം 28-ാം വാക്യം. ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ടു നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും, മനുഷ്യരെക്കാൾ നാം ആരെയാണ് അനുസരിക്കേണ്ടത്? ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയിർപ്പിച്ചു. ഇസ്രായേലിൻ മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്കു നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികൾ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ 32-ാം വാക്യത്തിൽ അവിടുത്തെ അനുസരിക്കുന്നവർക്ക് ദൈവം എന്താണ് നൽകുന്നത്? പരിശുദ്ധാത്മാവ് എല്ലാവർക്കുമല്ല നൽകപ്പെടുന്നത്. ദൈവത്തിന്റെ എല്ലാ ഉപദേശങ്ങൾ അനുസരിക്കുന്നവർക്കും നൽകപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മശക്തിയെ പ്രാപിക്കണമെങ്കിൽ അനുസരണത്തിന്റെ ശക്തിയിൽ നാം വിശ്വസിക്കണം. ദൈവം നമ്മുടെ ഭാവിയെ കാണുന്നു, ആദിയും അന്തവും അറിയുന്നു, സകലത്തെയും ഭരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം തന്റെ മക്കളായ നമ്മെ ഏറ്റവും നേരുള്ളതും സുരക്ഷിതവുമായ സ്ഥലത്ത് നിർത്തുന്നത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലും 28-ാം അധ്യായത്തിലും ദൈവം ചിലപ്പോൾ നമ്മെ വിശപ്പുള്ളവരാക്കുകയും ചിലപ്പോൾ നമ്മെ താഴ്ത്തുകയും ചെയ്യുന്നു. വിശ്വാസത്തിന്റെ മരുഭൂമിയിലെ യാത്രയിലൂടെ എല്ലാ ദുഷ്ടവും അഹങ്കാരിയുമായ ആത്മാക്കളെ തള്ളിക്കളയാനും തന്നെ ശരിയായി മനസ്സിലാക്കുന്ന വിശ്വാസത്തോടുകൂടെ എളിയതും സൗമ്യവുമായ ഒരു ഹൃദയത്തെ പരിപോഷിപ്പിക്കാനും ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ജീവിതം ഇത്ര വെല്ലുവിളി നിറഞ്ഞതായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര ക്ഷീണിതമാകുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര ബുദ്ധിമുട്ടുള്ളതാകുന്നത് എന്ന് നാം ചിന്തിക്കരുത്. പകരം നാം നമ്മോട് തന്നെ ഇങ്ങനെ ചോദിക്കണം: ഇത്തരത്തിലുള്ള ജീവിതം എനിക്ക് നൽകുന്നതിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശ്യം എന്താണ്? ഞാൻ എന്ത് മനസ്സിലാക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ എന്താണ് പഠിക്കേണ്ടത്? ഇതാണ് സിയോൻ കുടുംബാംഗങ്ങൾ ആദ്യം പരിഗണിക്കേണ്ടത്. നമുക്ക് റോമറിലൂടെ മറ്റൊരു വാക്യം നോക്കാം. നമുക്ക് റോമർ 6-ാം അധ്യായം 13-ാം വാക്യം നോക്കാം. റോമർ 6-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ടു ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നമ്മുടെ മുഴുവൻ ശരീരവും മനസ്സും ആത്മാവും നീതിയുടെ ഒരു ഉപകരണമായി നാം ദൈവത്തിന് സമർപ്പിക്കണം. നമുക്ക് 14-ാം വാക്യം നോക്കാം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുക എന്നോ? ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്നു സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്കു ദാസന്മാരായിത്തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. റോമർ 6-ാം അധ്യായത്തിൽ നാം അനുസരണത്തിന്റെ ദാസന്മാരാണെന്നും ദൈവത്തെ അനുസരിക്കുന്നതിൽ വിശ്വാസമുള്ളവരായ നാം മേലിൽ പാപത്തിന്റെ അടിമകളല്ല, മറിച്ച് നീതിയുടെ ദാസന്മാരാണെന്നും എഴുതിയിരിക്കുന്നു.
로마서 6장 가운데서 우리에게 또 말씀을 주셨습니다. അതിനാൽ നാം ഒരിക്കൽ പാപത്തിന്റെ അടിമകളായിരുന്നെങ്കിലും നീതിയിലൂടെ ദൈവം നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചുവെന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. 이렇게 성경은 설명을 지금 주신 가운데 있습니다. നമ്മുടെ ബാക്കി സമയങ്ങളിൽ പിതാവും മാതാവും നമ്മെ നയിക്കുന്നിടത്തെല്ലാം നമുക്ക് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താം. അത് ദൈവവചനമാണെങ്കിൽ കാനായിലെ വിവാഹ വിരുന്നിൽ നൽകിയ വചനമായാലും ഗലീലക്കടലിന്റെ തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിന് നൽകിയ വചനമായാലും നാം അത് അനുസരിക്കണം. 또 고기를 잡던 베드로에게 주셨던 말씀이든 그렇게 할 수 있는 우리 모두가 되어야 되겠고요. ദൈവം ഗിദെയോനോട് പറഞ്ഞതുപോലെ 32,000 പേരുടെ ഇടയിൽ നിന്ന് ഭീരുക്കളായവരെ മടക്കി അയക്കാൻ ദൈവം നമ്മോട് പറഞ്ഞാൽ നാം സന്തോഷപൂർവ്വം അത് ചെയ്യണം. 10,000 പോലും വളരെ കൂടുതലാണെന്ന് അവിടുന്ന് പറഞ്ഞതിനാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വെള്ളത്തിങ്കൽ ചെന്നു അവർക്ക് കുടിപ്പാൻ കൊടുക്കുക. അവരുടെ വെള്ളം കുടിക്കും വിധവും പെരുമാറ്റവും നിരീക്ഷിച്ച ശേഷം നിലവിലെ സാഹചര്യങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ട്, എന്നാൽ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ അവർ കീഴടങ്ങിയേക്കാം. അവരെ തിരികെ മടക്കി അയക്കുക എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ 300 പേർ മാത്രം അവശേഷിച്ചു. അനുസരണത്തിന്റെ ശക്തി നല്ല ഫലങ്ങളിലേക്ക് നയിച്ചു. അതിനാൽ നമ്മുടെ അനുസരണം പൂർത്തിയാകുമ്പോൾ അനുസരണക്കേടിന്റെ ഓരോ പ്രവൃത്തിക്കും ദൈവം എന്താണ് ചെയ്യുന്നത്? അവിടുന്ന് അവരെ ശിക്ഷിക്കും. നമ്മുടെ അനുസരണം ഇപ്പോഴും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശുദ്ധീകരിക്കപ്പെടാത്തതും അപൂർണവുമാണെന്ന് തോന്നുന്നതിനാൽ അനുസരിക്കാത്തവരെ ദൈവം ഇതുവരെ വിധിച്ചിട്ടില്ല. ഇതിനർത്ഥം ദൈവത്തിന്റെ വീക്ഷണകോണിലുള്ള നമ്മുടെ അനുസരണത്തിൽ ഇനിയും മെച്ചപ്പെടാനുണ്ടെന്നാണ്. അനുസരണത്തിന്റെ ശക്തിയാൽ നമുക്ക് മാനവരാശിയെ രക്ഷയുടെ പാതയിലേക്ക് നയിക്കാം. അനുസരിക്കുക എന്ന ഉദ്ദേശ്യത്തിനായി ഇന്ന് നാം വീണ്ടും ദൈവവചനം വായിക്കുന്നു. അത് ദൈവഹിതം പിന്തുടരുക എന്നതാണ്. അനുകമ്പയില്ലാത്തതും ദുഷ്ടവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും തന്റെ നന്മയുടെ ഉപദേശങ്ങൾ പിൻപറ്റാനും ദൈവം നമ്മെ ഉപദേശിച്ചു. അതിനാൽ നമ്മുടെ ചെവികളെയും ഹൃദയങ്ങളെയും എത്രമാത്രം ദോഷകരമായ കാര്യങ്ങൾ പ്രസാദിപ്പിച്ചാലും അവരെ ഉപേക്ഷിക്കുക എന്ന് ദൈവം പറയുമ്പോൾ നാം അവയെ ഉപേക്ഷിക്കണം. ഇത് ഇയ്യോബ് 22-ാം അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ? നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിലും ഇട്ടുകളക. നിന്റെ നിക്ഷേപങ്ങളെ പൊടിയിൽ ഇട്ടുകളക, എന്നാൽ ദൈവം നിന്റെ നിക്ഷേപമായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നു. ഇത്രയെങ്കിലും സൂക്ഷിക്കുന്നത് കുഴപ്പമില്ലായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നാം ഇപ്പോഴും കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ വിശ്വാസത്തിൽ ദൈവഹിതവുമായി പൊരുത്തപ്പെടാത്ത ഘടകങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവയെ വലിച്ചെറിയാം. അങ്ങനെ ദൈവത്തിന്റെ തികഞ്ഞ പരിപൂർണമായ ആത്മാവ് നമ്മുടെ ദേഹികളെ മൂടുന്നു. മാത്രമല്ല, ദൈവം നമ്മുടെ ആത്മാക്കൾക്ക് യഥാർത്ഥ പ്രചോദനം നൽകുകയും സകല മനുഷ്യരാശിയിലേക്കും അനുഗ്രഹീതമായ വാർത്ത പ്രചരിപ്പിച്ച തന്റെ ദൂതന്മാരായി വീണ്ടും ജനിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യും. ബൈബിളിലുടനീളം അബ്രാഹാമും നോഹയും മോശയും യോശുവയും അപ്പോസ്തലനായ പത്രോസും അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ യോഹന്നാനും അനുസരണശക്തിയിലൂടെ അവരുടെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു. വിശ്വാസത്തിന്റെ എല്ലാ നായകന്മാരും അനുസരണശക്തിയിലൂടെ ദൈവത്തിലേക്ക് നോക്കുകയും ദൈവത്തിലുള്ള വിശ്വാസത്തോടെ എല്ലായ്പ്പോഴും സത്യത്തിൽ വിജയകരമായ ജീവിതം നയിക്കുകയും ചെയ്തു. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും അറിയുന്ന ദൈവത്തിൽ വിശ്വസിച്ചതിനാലായിരുന്നു അത്. സിയോനിലെ എല്ലാ മക്കളും നമ്മെ രക്ഷിക്കാനായി ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന സ്വർഗീയ പിതാവായ അൻസംഘോനെയും സ്വർഗീയ മാതാവ് പുതിയ യെരൂശലേമിനെയും പിന്തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരുടെ ഉപദേശങ്ങൾ പൂർണ്ണമായി അനുസരിക്കുമ്പോൾ നഷ്ടപ്പെട്ടുപോയ നമ്മുടെ എല്ലാ സഹോദരീ സഹോദരന്മാരെയും നമുക്ക് കണ്ടെത്തുകയും നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്യാം. എല്ലാറ്റിനുമുപരിയായി ദൈവവചനത്തോട് അനുസരണമുള്ള ഹൃദയത്തോടെയാണ് നാം സുവിശേഷം പ്രസംഗിക്കുന്നതിനാൽ
നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നതിൽ എനിക്ക് സംശയമില്ല. പിതാവിന്റെയും മാതാവിന്റെയും സ്നേഹത്തിലും അനുഗ്രഹങ്ങളിലും എല്ലാവരും കൃപയോടെ സുവിശേഷം പ്രചരിപ്പിക്കട്ടെ. നിങ്ങളുടെ വലകൾ താഴ്ത്തുക എന്ന് പറഞ്ഞ് ദൈവം ഇപ്പോൾ പ്രസംഗിക്കുവാൻ നമ്മോട് കൽപ്പിക്കുന്നതിനാൽ നമുക്ക് തീക്ഷ്ണതയോടെ പ്രസംഗിക്കാം. ദൈവവചനത്തോടുള്ള അനുസരണത്തിലൂടെ എല്ലാ സിയോൻ കുടുംബാംഗങ്ങളും സന്തോഷത്താൽ നിറയണമെന്നും പരിശുദ്ധാത്മാവിന്റെ കൃപാപരമായ ഫലങ്ങൾ ആസ്വദിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് നിരവധി മനോഹരമായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. പിതാവിന്റെയും മാതാവിന്റെയും വിശുദ്ധ സ്നേഹം പങ്കിടാൻ പരിശ്രമിക്കുന്ന തന്റെ മക്കളെ ദൈവം എപ്പോഴും സഹായിക്കുന്നു. കാരണം അവർ വചനം അനുസരിക്കുന്നതുകൊണ്ടാണ്. ദൈവം എപ്പോഴും നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആഗോള ഗ്രാമത്തിലെ എല്ലാവരും സുവിശേഷത്തെ മനോഹരമായി കൈമാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അനുസരണം ഉള്ളവരോടൊപ്പമാണ് പരിശുദ്ധാത്മാവ് ഉള്ളത് എന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾക്ക് കൃപ ലഭിച്ചുവെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി.